ഷെയർ മാർക്കറ്റിലൂടെ 1000 രൂപ പോലും ആഴ്ചയിൽ മുടക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിവില്ലാത്തവർക്കും ഏതൊരാൾക്കും മനസ്സിലാകുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റിൽ പൈസ പൊക്കോട്ടെ, പക്ഷേ അതിൻ്റെ അകത്ത് പൈസ പൊക്കോട്ടെ കിട്ടിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഇതിൻ്റെ സാധ്യത ഇരിക്കുന്നത്, ആ സാധ്യതയിൽ എത്ര കണ്ട് വിജയമുണ്ട് എന്നതിനെക്കുറിച്ച് ദീർഘനാളത്തെ നിരീക്ഷണത്തിലൂടെ അനുഭവത്തിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക വഴി ഒരാഴ്ചയിൽ 1000 രൂപ റിസ്ക്കായിട്ട് എടുത്തുകൊണ്ട് അതിലൂടെ എത്ര കണ്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഉദാഹരണം സഹിതം ചെയ്യുന്നതിനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവരാകട്ടെ അറിവില്ലാത്തവരാകട്ടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇതിൽ പൈസ കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് വരുന്നത് അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേറെ ഒരറിവും നിങ്ങളിതിൽ നേടണ്ട. വേറെ എന്തൊക്കെ അറിവ് നേടിയാലും പൈസ പോയി കഴിഞ്ഞാൽ പോയല്ലോ. പൈസ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് മാത്രം അറിയുക, അതെങ്ങനെ നഷ്ടപ്പെടുന്നുവെന്ന് അറിയുക. അത് മാത്രമാണ് ഇതിൽ അറിയേണ്ട കാര്യമുള്ളൂ. വേറെ എന്ത് നമ്മളറിഞ്ഞാലും നമ്മുടെ കൺട്രോളിലല്ല ഇതിൻ്റെ വേരിയേഷൻ നടക്കുന്നത്. അത് ഇതിലെ എല്ലാ ആളുകളും ചെയ്യുന്നത് വഴി, ബൈയും സെല്ലും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ റേറ്റുകൾ മാറുന്നത്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. അപ്പം നമ്മളതിൽ എന്ത് സമീപനം എടുക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെൻ്റെ ഒരു 12 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏതൊരാളെയും വിജയത്തിലേക്ക് നയിക്കാൻ സാധ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്ന് 1000 രൂപ മുടക്കിക്കൊണ്ട് പോലും പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ഷെയർ മാർക്കറ്റിലെ മേഖല തിരഞ്ഞെടുക്കണം. അതിൽ ഷെയർ മാർക്കറ്റിൽ പല മേഖലകളുണ്ട്. അതിൽ ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന മേഖലയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുവഴി നേട്ടത്തിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം ആ ഉദാഹരണങ്ങൾ കാണുകയും പിന്നെ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നതും. എല്ലാ ആഴ്ചയും അതിൻ്റെ പോസിബിലിറ്റി മാക്സിമം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ 1000 രൂപയിലെ വിജയസാധ്യത എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആരുടെയും ഒരു ആശയങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എൻ്റെ മനസ്സിലെ അനുഭവത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് ആശയങ്ങൾ മാത്രമാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ആശയങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുക വഴി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം ഇതിൽ വിജയസാധ്യത ഉണ്ടോ അതോ പരാജയമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. വിജയസാധ്യതയാണോ പരാജയമാണോ എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞാൻ ഈ പങ്കുവയ്ക്കുന്ന ഷെയർ മാർക്കറ്റിനോട് താല്പര്യമുള്ളവരാണേലും ഇല്ലാത്തവരാണേലും ഇതിലെ സത്യമായ കാര്യങ്ങൾ, വിജയമിരിക്കുന്ന സത്യമുള്ള കാര്യങ്ങളാണ് ഞാനിതിലൂടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ലൈവായിട്ട് ഈ സമയത്ത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇവിടെ പിന്നീട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റുകൾ കാണണമെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അങ്ങനെ നോക്കണം. അപ്പോൾ നിങ്ങൾ അറിവുള്ളവർ, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവരാണല്ലോ അറിവില്ലാത്തവരാണല്ലോ പിന്നീട് ആലോചിച്ചിട്ട് അത് ചെയ്യണമെങ്കിൽ ചെയ്യുക.
അപ്പോൾ വേരിയേഷൻ മാറ്റങ്ങൾ ബൈയും സെല്ലും നടക്കുന്നതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങൾ വഴി അവസരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അത് നടന്നു കഴിഞ്ഞതിന് ശേഷം കാണിക്കാനാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഈ ഷെയർ മാർക്കറ്റിൽ പൈസ പോകുന്നുണ്ട്, കിട്ടുന്നുണ്ട്. കൂടുതലും നഷ്ടസാധ്യതകളാണ് നിലനിൽക്കുന്നത്. കൂടുതലും നഷ്ടസാധ്യതയെക്കുറിച്ചാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചോട്ടെ, പക്ഷേ 1000 രൂപ പോകാം അല്ലെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര നേടാം എന്നതിനെക്കുറിച്ച് ഉള്ള വ്യക്തമായ ഉദാഹരണങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് ഞാൻ ഓരോ ആഴ്ചയും വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഷെയർ മാർക്കറ്റിലെ ഏത് വിഭാഗത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിഫ്റ്റി 50 ആണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ സൂചിക ഇൻഡെക്സ്. ഇത് 80 പോയിൻ്റ് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ ഈ 9:47 ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇത് ഇറങ്ങിയത് 84 പോയിൻ്റ് മാർക്കറ്റ് മൈനസ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയും. നിങ്ങൾ അറിയാത്തവരാകട്ടെ അറിയാവുന്നവരാകട്ടെ ഇതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കണമെങ്കിൽ പഠിക്കുക. എന്തും ആയിക്കോട്ടെ, ആർക്കും ഈ ആശയങ്ങൾ വഴി ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയട്ടെ. എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് വീഡിയോ കിട്ടും, എല്ലാ ആഴ്ചയും കിട്ടും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും ചെയ്യുക. ഇത് ഞാൻ ആദ്യം ആയിട്ട് പറയുന്നു. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ വീക്ക്ലി ഓപ്ഷൻസ് ഉണ്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകൾ എൻ്റെ വില മാറുന്നതനുസരിച്ച് ഇവിടെ ഇൻഡെക്സ് മാറുന്നു. ഇൻഡെക്സ് മാറുന്നതനുസരിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വില മാറുന്നു. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റാണ് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്ന് പറയും. ഇവിടെ നിങ്ങൾ ഈ വാക്കുകളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പൈസ കിട്ടാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇതെന്താണെന്ന് നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നതാണ്. നിഫ്റ്റി ബാങ്ക് 23,197 നിൽക്കുന്നത്. ഇത് എല്ലാ വ്യാഴാഴ്ചയും ഇതിൻ്റെ ഇറങ്ങുമെന്നോ കയറുമെന്നോ ഉള്ളത് എല്ലാ വ്യാഴാഴ്ച 3:30 വരെ വാലിഡിറ്റിയിൽ നമുക്ക് പ്രതീക്ഷയുടെ വില കൊടുത്തുകൊണ്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വ്യാഴാഴ്ച 3:30 22,500 വരുമെന്നുണ്ടെങ്കിൽ 22,500 പുട്ട് ഓപ്ഷൻ മേടിക്കാം. അല്ലെങ്കിൽ 23,500 അടുത്ത വ്യാഴാഴ്ചകളിൽ പോകുന്നുണ്ടെങ്കിൽ 23,500 കോൾ ഓപ്ഷൻ മേടിക്കാം. അപ്പോൾ ഇതാണ് പറയുന്നത്. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനിവിടെ ഒരു വില ഉണ്ടാകും. ആ വില എൻ്റെ ലോട്ട് സൈസ്, അതാണ് ഒരു ലോട്ട് മേടിക്കാൻ കൊടുക്കേണ്ട പൈസ. അപ്പോൾ ഇവിടെ ഉദാഹരണം ഒന്ന് കാണിക്കാം. 22,500 പുട്ട് ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. 15-ാം തീയതി എക്സ്പയറി ആവുന്നതാണ്. ഇതിന് 40 രൂപയാണ് നിൽക്കുന്നത്. ഒരു ലോട്ട് മേടിക്കുന്ന 1000 രൂപയാണ് വേണ്ടത്. 40 × 25. അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എല്ലാം റെഡി ആണെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ പൈസ അക്കൗണ്ടിൽ നിന്ന് പോകേണ്ടത് ഇതിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന പൈസയിൽ ബൈ ആകും. അപ്പോൾ
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ദിവസം ഇന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി ഇത് 500 പോയിൻ്റ് 700 പോയിൻ്റ് 1000 പോയിൻ്റൊക്കെ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ആ ഒരു സങ്കല്പത്തിലാണ് ഇത് മേടിക്കേണ്ടത്. അപ്പോൾ ഇന്നൊരു 1000 പോയിൻ്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് 22,200 ക്ലോസ് ചെയ്യാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇത് 300 രൂപ വില വരും. അപ്പോൾ ഈ ഇറക്കം മുൻകൂട്ടി കണ്ടെത്തി അതനുസരിച്ച് നമ്മൾ കാഴ്ചപ്പാട് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രയോജനം വരുന്നത്. പക്ഷേ നമ്മൾ മേടിക്കേണ്ടത് 10 രൂപ 5 രൂപ 20 രൂപയ്ക്കുള്ള റേഞ്ചുകളിൽ വ്യാഴാഴ്ച, മിനിമം വ്യാഴാഴ്ച അന്ന് നമുക്ക് സാധ്യത കിട്ടും. അപ്പോൾ ഈ 10 രൂപയ്ക്ക് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അതിൽ 100 രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് 10 ഇരട്ടി ലാഭം അവിടെ നിന്ന് കിട്ടും. 9 ഇരട്ടി ലാഭം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി വേരിയേഷനുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനിലും എല്ലാ വ്യാഴാഴ്ച അതിൻ്റെ വാലിഡിറ്റി തീരും. അപ്പോൾ അന്ന് വ്യാഴാഴ്ച നല്ല വേരിയേഷനുകൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും 5, 10, 20 വരുന്നത് 100, 200, 300 പോകുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ ഒത്തിരി കാണുന്നുണ്ട്. ആ ഒരു സാധ്യതകൾ വഴി നേട്ടം ഉണ്ടാക്കുകയും വിജയം കണ്ടെത്താൻ പറ്റുകയും ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1000 രൂപ മുടക്കിക്കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1000 രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വ്യാഴാഴ്ചയൊക്കെ 200, 300 പോയിൻ്റ് അകലെ ഉള്ളത് 10 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ 25 ലോഡ് സൈസ്, 25 ലോഡ് സൈസ്. അപ്പോൾ ഒരെണ്ണത്തിന് 250 രൂപ ആകും. അപ്പം 100 എടുക്കാം. 10 രൂപ വിലയുള്ള 100 വ്യാഴാഴ്ച എടുക്കാം. അപ്പോൾ ഈ 10, 50 പോയി കഴിഞ്ഞാൽ അവിടെ 4 ഇരട്ടി ലാഭമായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യാഴാഴ്ച നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇതുവഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 1000 രൂപ വഴി എങ്ങനെ നേട്ടം ഉണ്ടാകുന്നു, അതുവഴി എത്ര നേട്ടം ഉണ്ടാക്കാൻ പറ്റും, അതുവഴി എങ്ങനെ വിജയം സാധ്യമാകും, ഇതിനെക്കുറിച്ചുള്ള ഒക്കെ വ്യക്തമാക്കുന്ന വീഡിയോകൾ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യും. വ്യാഴാഴ്ച പ്രധാനമായിട്ടും ഇത് ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇത് ചെയ്യാം. റിസ്ക് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഒരു കാര്യവും നമുക്ക് ഉറപ്പില്ല. പക്ഷേ നമ്മൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലരും ഉറപ്പ് പറയുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മളത് പോകും എന്ന് കരുതിക്കൊണ്ട് തന്നെ വേണം അത് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര റിസൾട്ട് ഉണ്ടാകും, പോയി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാ ആഴ്ചയും തെറ്റാണെങ്കിൽ തെറ്റാ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ 1000 രൂപ പോയി, രണ്ടാമത്തെ പ്രാവശ്യം പോയെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് ഈ രീതി വഴി ശരിയായി കിട്ടുമ്പോൾ 3, 4 ഇരട്ടി ലാഭം കിട്ടും. അതുവഴി നമുക്ക് ആ ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലോട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ 5 രൂപ വരുന്നത് 200 രൂപയും 300 രൂപയും പോകുന്നത് വർഷത്തിൽ ഒരിക്കൽ അതൊരെണ്ണം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു 20 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നേട്ടം. 5000 രൂപയ്ക്ക് 20 ഇരട്ടി ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നേട്ടമാണല്ലോ. അപ്പോൾ ഈ ചെറുതായിട്ട് ആർക്കും വേണ്ടാത്ത പോലെ ഇത് കുറഞ്ഞു വന്നിട്ട് ഇത് കൂടുന്നത് എപ്പോഴും സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ടെത്തലുകൾ നമ്മൾ സ്വയം കണ്ടെത്തുകയും അതുവഴി ഉള്ള നേട്ടം സാധ്യത വഴി വിജയിക്കാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് ഈ 1000 രൂപ എങ്ങനെ വളരുമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇപ്പോൾ 10 രൂപ ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് എടുത്ത് 100 കൊടുക്കാൻ പറ്റും. ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അതിനെക്കുറിച്ചുള്ള ഒരു ആശയങ്ങളും ധാരണകളും നിങ്ങൾക്ക് രൂപപ്പെടുന്നതിന് നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ ഇതേ ആശയങ്ങളാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് വിജയത്തിന് സഹായിക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. അതുവഴി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ പരീക്ഷ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ പഠിച്ചതായിട്ട് ആരും അംഗീകരിക്കുന്നില്ല, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നതാണ് റിസൾട്ട്. പക്ഷേ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് വേണ്ട ഉത്തരങ്ങളാണ് ഞാനിവിടെ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിലും എല്ലാ
പ്രതിസന്ധികളിലും വിജയിക്കാൻ നിങ്ങളെ ഈ അനുഭവങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. അപ്പോൾ ഇതുവഴി എങ്ങനെ വിജയം ഉണ്ടാകും, വിജയത്തിൻ്റെ അപാരമായ സാധ്യതകളും കണ്ടുകൊണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് പഠിക്കുകയെങ്കിലും ചെയ്യുക. ഇങ്ങനെയും വിജയം ഇതിലുണ്ടാക്കാം. വിജയ സാധ്യതകളുണ്ട്. ഇങ്ങനെയൊക്കെ സാധ്യത വന്ന് പോകുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യണ്ട. വിജയിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഇതേ ആശയങ്ങളൊന്ന് രൂപപ്പെടുത്തുക. അതുവഴി നിങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുക. റിസ്ക് എടുത്തുകൊണ്ട് ചെയ്ത് നേട്ടം ഉണ്ടാക്കുക. റിസ്ക് നിങ്ങൾക്ക് 1000 എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ 1000 എടുക്കുക, അതിൻ്റെ നേട്ടം എടുക്കുക. 5000 അങ്ങനെ ഒരാഴ്ച ശ്രമിക്കുക. അപ്പോൾ അത് റിസൾട്ട് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തും. അങ്ങനെയാണ് എൻ്റെ ഈ നിരീക്ഷണത്തിൽ നിന്നും ഇത് വാച്ച് ചെയ്യുന്നതും വഴിയുള്ള അനുഭവം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതാണ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവരാകട്ടെ അറിവില്ലാത്തവരാകട്ടെ, നിങ്ങൾ എങ്ങനെയുള്ളവരായാലും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക വഴി ഇതേ ആശയങ്ങൾ നിങ്ങൾക്കൊന്ന് രൂപപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. ഇത് വാച്ച് ചെയ്താലാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ വഴി നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകൾ ബോധ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് റിസ്ക് എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഇതേ ആശയങ്ങൾ നിങ്ങളുടെ വിജയത്തിന് സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ ഇതിൽ നിന്ന് ഈ 1000 രൂപ എത്ര കണ്ട് നേട്ടമായി മാറുമെന്നുള്ളതിന് ഞാൻ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപയാക്കാവുന്ന വേരിയേഷൻ നമ്മൾ ഒരു വർഷം കാണും. അതിൽ നിന്ന് 1000ന് ഒരു വർഷം കൊണ്ട് നിങ്ങൾ 10 ഇരട്ടിയാക്കുക, 10000 രൂപയാക്കുക. അത് നിങ്ങൾ 2-3 പ്രാവശ്യം 1000 ഇട്ട് പരാജയപ്പെട്ടോട്ടെ, പിന്നീട് 1000 ഇടുമ്പോൾ അതിനെ വിജയമായിട്ട് മാറ്റിയാൽ മതി. അങ്ങനെ വിജയമായിട്ട് പിടിച്ചു കയറി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ പറയുന്ന ആശയങ്ങളും നിങ്ങളുടെ പഠനവും നിങ്ങളെ അതിലേക്ക് നയിക്കണം. എന്നാലാണല്ലോ ഇതിൽ നിന്ന് വിജയമായിട്ട് നിങ്ങൾക്ക് ആശയം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വർഷം കൊണ്ട് 1000നെ 10000 മാറ്റുക. അതിനുള്ള വേരിയേഷൻ ഇവിടെ ഉണ്ടാകുക. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധരാകണ്ട. രണ്ടാമത്തെ കൊല്ലം ഈ 10000നെ 1,00,000 രൂപയാക്കുക, വീണ്ടും 10 ഇരട്ടിയാക്കുക. മൂന്നാമത്തെ കൊല്ലം ഈ 1,00,000നെ 10 ഇരട്ടി വീണ്ടും ആക്കുക. അപ്പോൾ മൂന്നാമത്തെ കൊല്ലം കൊണ്ട് ആദ്യത്തെ കൊല്ലം 1000 രൂപ 10000, രണ്ടാമത്തെ കൊല്ലം 10000 രൂപ 1,00,000, മൂന്നാമത്തെ കൊല്ലം 1,00,000 രൂപ 10,00,000, നാലാമത്തെ കൊല്ലം 10,00,000 to 1 crore, അഞ്ചാമത്തെ കൊല്ലം 1 crore to 10 crore, ആറാമത്തെ കൊല്ലം 10 crore to 100 crore, ഏഴാമത്തെ കൊല്ലം 100 to 1000 crore. ഇതേ രീതിയിലുള്ളൊരു കണക്കാണ് ഇവിടെ ഉള്ളത്. ഇതിന് വേരിയേഷന് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന വേരിയേഷൻ നിങ്ങളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക വഴി എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരാശയ രൂപീകരണവും അതെങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോകളും ഞാൻ ചെയ്യുക വഴി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉൾക്കൊള്ളുക. അങ്ങനെ ഏതൊരു ഒരു അറിവും വേണ്ട, നിങ്ങൾ ഇത് ലാഭം എങ്ങനെ കിട്ടും അതിനുവേണ്ടി റിസ്ക് എടുക്കുക, മനസ്സിലാക്കുക, റിസ്ക് എടുക്കുക, അങ്ങനെ ലാഭം നേടുക. ഷെയറിൽ ചെയ്യുമ്പോൾ ഇത്രയും റിട്ടേൺ നമുക്ക് ഉണ്ടാകുകയില്ല. ഇവിടെ റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്കിന് നല്ല റിവാർഡുണ്ട്. ആ റിവാർഡ് വഴി ഇവിടെ നേട്ടം കിട്ടുക. അങ്ങനെ ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഈ വാച്ച് ചെയ്ത അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവഴി തീർച്ചയായിട്ടും അപാരമായിട്ടുള്ള വിജയ സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ വിജയ സാധ്യതയെ വിജയമായിട്ട് മാറ്റാൻ വേണ്ട നിർദ്ദേശങ്ങളും ആശയങ്ങളും ഞാൻ ഇതിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അതിലേതൊരാൾക്കും 100 രൂപ പോലും വെച്ച് ഇതിൻ്റെ അകത്ത് ശ്രമം നടത്താനുള്ള അവസരങ്ങളുണ്ട്. അതുവഴി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയണേക്കാളും നല്ലതാണല്ലോ 100 രൂപ വെച്ചിട്ട്
1000 രൂപ നേടുന്നത്, അല്ലെങ്കിൽ 100 രൂപ വെച്ചിട്ട് പഠിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടുത്താതെ ഇതിൽ അവസരമില്ല എന്ന് മനസ്സിലാക്കുന്നതോ അവസരം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേടുന്നതോ? അപ്പോൾ പഠനമാണ് പ്രധാനം, അതിനുള്ള ബോധ്യമാണ് പ്രധാനം. അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ്. ആരും ഇതിനെക്കുറിച്ച് കൂടുതൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഷെയറിൽ 200 രൂപ ഉള്ളൊരു ഷെയർ 1000 രൂപ ഒരിക്കലും അസാധ്യമാണ്. പെട്ടെന്ന് അത് സംഭവിക്കുന്നില്ല. ഇവിടെ 5 രൂപ വരുന്നത് 100 രൂപ 200 രൂപയോ ഇവൻ 500 വരെ പോകുന്നു. 1 രൂപ വരുന്നത് 100 200 രൂപ പോകുന്നു. ഇങ്ങനെയുള്ള സാധ്യതകളാണ് ഇതിൻ്റെ അകത്തെ വിജയത്തിൻ്റെ നേട്ടം കൊയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ചുരുങ്ങിയത് വ്യാഴാഴ്ച ഇതിൻ്റെ എക്സ്പയറി ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൈസ നിങ്ങൾക്കിത് ചെയ്യാനുണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല. എത്ര താഴ്ന്ന പൈസയ്ക്ക് ഇത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള അറിവും കാഴ്ചപ്പാടുകളുമാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നേടിക്കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വിജയം ഉണ്ടാകാം. അതിനു വേണ്ട ബോധ്യങ്ങളും വിശ്വാസങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ വഴി നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതിനെക്കുറിച്ച് എങ്ങനെ വേരിയേഷൻ വരുന്നു എന്നും ഇറക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെ കൂടുതൽ എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ ഞാൻ ഓരോ വ്യാഴാഴ്ചയും വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാനിതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ കാഴ്ചപ്പാടുകളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ ശ്രദ്ധിക്കുക, അവസാനം വരെ കാണുക. ഷെയർ മാർക്കറ്റ് എന്താണ്, ഇതിൻ്റെ അകത്ത് പൈസയുടെ സാധ്യത എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇതൊരു ആനയും കുതിരയും കാര്യമല്ല. ഇതിൻ്റെ അകത്തെ വേറൊരു കാര്യം ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു തത്വമാണ്. അത് മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ നമ്മൾ ധൈര്യവാനാകുക. മറ്റുള്ളവർ ഭയപ്പെടുമ്പോഴാണ് പലതിൻ്റെയും വില വളരെയധികം താഴോട്ട് പോകുന്നത്. മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ നമ്മൾ ധൈര്യവാന്മാരാകുക. മറ്റുള്ളവർ ധൈര്യവാന്മാരാകുമ്പോൾ നമ്മൾ ഭയമുള്ളവരാകുക. മറ്റുള്ളവർ ധൈര്യവാന്മാരാകുമ്പോഴാണ് പലപ്പോഴും വില വളരെയധികം ഹൈയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വിറ്റുമാറാൻ നോക്കുക. ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും വിജയം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ സത്യം ഉൾക്കൊള്ളുക. ഏതൊരു ആളും ഇതിനെക്കുറിച്ച് ഒരറിവും വേണ്ട. ഇതിൽ എങ്ങനെ പൈസ നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും മനസ്സിലാക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അതിൻ്റെ റിസ്ക്കും വിജയസാധ്യതയും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറഞ്ഞത് ഓപ്ഷനെ കുറിച്ചാണ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്ഷനെ കുറിച്ചാണ്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലോസ് അൺലിമിറ്റഡ് പ്രോഫിറ്റ്, അങ്ങനെയാണ് അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു സൈഡ് വരുന്നത്. ലിമിറ്റഡ് ലോസ് അൺലിമിറ്റഡ് പ്രോഫിറ്റ്. നിങ്ങൾ മേടിക്കുന്ന പൈസയാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. അതേസമയം ഷെയർ മാർക്കറ്റിലോ ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കടമായിട്ടും മാർജിൻ എടുത്തൊക്കെ മേടിക്കാം. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഇവിടെ 1000 രൂപ കൊടുത്ത് 1000 രൂപയുടെ ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇതും കൂടെ എന്ന് പറയുന്നു. ഇനി കൂടുതൽ ഒത്തിരി ആശയങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കിട്ടുന്നു എന്നുള്ളൊരു ആശയങ്ങൾ
ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാകും പൈസ എങ്ങനെ നഷ്ടപ്പെടും, പൈസ എങ്ങനെ കിട്ടും. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി വിജയിക്കാൻ, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇനി തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ.